ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ സ്റ്റൂ എങ്ങനെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് മുറിച്ച് ഇത്രയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പൊട്ടി വരണം. ഇതിലേക്ക് 5 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 6 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരട്ടെ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇത് വലിയ എരിവുള്ള പച്ചമുളകല്ല. ഇനി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളർ മാറി പോവരുത്, ബ്രൗൺ കളറിലോട്ട് ആവരുത്. ഇപ്പൊ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റൂവിന് ചെറുതായിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും രുചി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ 2-ാം പാല് കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. ചിക്കൻ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വേണം വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് സ്റ്റൂവിന് എത്ര ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ചായിരിക്കണം 2-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ ഗ്രേവി വേണ്ടവര് കൂടുതൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിന്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ചിക്കൻ പകുതി വേവായതിനു ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ്റെ കൂടെ ആദ്യമേ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മൊത്തം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് പകുതി വേവായതിനു ശേഷം ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എരിവ് ലേശം കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 4 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്താൽ സ്റ്റൂവിന് നല്ല വെളുത്ത കളർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പച്ചമുളക് തന്നെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ പൊടിച്ചിടാവുന്നതാണ്. ഇതുപോലെ തവി കൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ രുചിയും കിട്ടും. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെന്നാണെങ്കിൽ തുറന്നു വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കണേ. ഇവിടെ 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണേ. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി ഇട്ട് തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പൊ കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം.
ഒന്ന് ചെറുതായിട്ട് ഇളക്കി എടുത്തിട്ട് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഗ്രേവി ഒക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ടാവും. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സ്റ്റൂ ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഈ സ്റ്റൂ തയ്യാറാക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് ഗ്രേവി ഇട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്, അല്ല ഇത് ഇരിക്കും തോറും കുറുകിപ്പോകും. കഴിക്കാൻ നേരത്ത് ഗ്രേവി ഒക്കെ കാണണമെങ്കിൽ ലേശം ഗ്രേവി ഉള്ള പരുവത്തിൽ തന്നെ വേണം കറി നിർത്താനായിട്ട്. ഇപ്പൊ ക്രിസ്മസിന്റെ സമയമാണ്. ഈ സമയത്ത് എല്ലാവരും പാലപ്പം ഒക്കെ ഉണ്ടാക്കി നോക്കും. ഈ സ്റ്റൂ ആണെങ്കിൽ പാലപ്പത്തിന്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.